9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും കുറച്ച് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഒന്ന്, സാറേ ഓണം എക്സാമിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓണം എക്സാമിന് വരിക, ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. നമുക്കറിയാം, നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ആളുകളാണ്, പുതിയ ചാപ്റ്റേഴ്സ് ആണ്, ഒരുപാട് കണ്ടന്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നിങ്ങളെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾ ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അടക്കം എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു, സമഗ്ര പ്ലസ്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിലൂടെ എല്ലാവർക്കും പബ്ലിക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. സോ ആ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ സാധിക്കുക, നമ്മൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനൊരു സൈറ്റിലേക്ക് എത്തും അല്ലേ, സമഗ്ര പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എത്തുന്നു. ഇതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു റെഡ് ഇതുണ്ടല്ലോ, ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഏറ്റവും ടോപ്പിൽ ഈ ഒരു വരയിൽ കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഒരു സാധനം വരും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സെലക്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, സമഗ്ര പ്ലസ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് പോകും. അതിൽ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ 3 വരയിൽ കാണുന്ന സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇതാ ക്വസ്റ്റ്യൻ ബാങ്കും കിട്ടും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കാണാം. അതിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങളുടെ മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് 9ാം ക്ലാസ് സെലക്ട് ചെയ്യുക, സബ്ജക്ട് സെലക്ട് ചെയ്യുക, ചാപ്റ്ററിന്റെ പേര് സെലക്ട് ചെയ്താൽ അവിടെ നിന്ന് അങ്ങോട്ട് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്ത് എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മീഡിയം സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്താൽ താഴേക്ക് എന്തുണ്ടാവും, ഒരുപാട് PDF-കൾ ഉണ്ടാവും, ബയോളജിയുടെയും സോഷ്യൽ സയൻസിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല സാറേ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയില്ല സാറേ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ അറിയില്ല സാറേ നിങ്ങൾ പറയരുത്. അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു ലിങ്കാണ് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ സെറ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ഒക്കെ കാണുക. അപ്പോൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യട്ടെ. കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനം വരും. അതിൽ 3 വരെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോർഡ് വരും. അതിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സെലക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ബാങ്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ മീഡിയം ഉണ്ട്, ക്ലാസ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ ഇനി വരാൻ പോകുന്ന ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും. സോ വീണ്ടും കാണാം. അതിലേക്കും ബായ് പറഞ്ഞു പോകുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓണം എക്സാമിന് പഠനം എത്ര വരെയായി, പഠിച്ചിട്ട് എന്താ അവസ്ഥ, എങ്ങനെയുണ്ട് പഠിച്ചിട്ട്, ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.